السلام عليكم ورحمة الله وبركاته الحمد لله وحده والصلاة والسلام على من لا نبي بعد റഹീഖുൽ ഖുർആനിന്റെ 5ാമത്തെ സെഷനിലെ 3ാമത്തെ ക്ലാസ്സിൽ വിശുദ്ധ ഖുർആനിലെ 99ാമത്തെ അധ്യായമായ സൂറത്തു സൽസലയിലെ ആദ്യ 5 വചനങ്ങളാണ് നാം പഠിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹിജറക്ക് മുമ്പ് അവതീർണമായ മക്കിയായ ഈ അധ്യായത്തിൽ 8 വചനങ്ങളാണുള്ളത്. വളരെ സുപ്രധാനമായ 2 കാര്യങ്ങളാണ് ഈ അധ്യായത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തേത് ബയാനു ഹുദൂസ് സൽസാൽ വൽ ഇദ്തിറാബ് ശദീദ് ലിൽ അർദി യൗമൽ ഖിയാമ, അഥവാ ഖിയാമത്ത് നാളിൽ ഭൂമിയിൽ സംഭവിക്കുന്ന അതിഭയാനകരമായ ചില സംഭവ വികാസങ്ങളെക്കുറിച്ചും അതിന്റെ കിടുക്കത്തെക്കുറിച്ചൊക്കെ ഇതിൽ വിശദീകരിക്കുന്നുണ്ട്. അത് മുഖേന ഫഇൻഹാറു കുല്ലു മാ അലൈഹ, അഥവാ ഭൂമുഖത്തുള്ള സകല കാര്യങ്ങളും നശിച്ചു പോകുന്നതായിരിക്കും. വയഖ്റുജുൻ നാസ് അൽ മൗത മിൻ ബത്നിഹാ മിൻ ഖുബൂരിഹിം, മരണപ്പെട്ടു പോയ ജനങ്ങൾ അവരുടെ ഖബറുകളിൽ നിന്നും പുറത്തു വരികയും ചെയ്യുന്നതായിരിക്കും. വതശ്ഹദു ഹീനഇദിൻ അലാ കുല്ലി ഇൻസാനിൻ ബിമാ അമില അലാ ദാഹിരിഹാ, അതേപോലെ തന്നെ ഭൂമുഖത്ത് മനുഷ്യൻ ചെയ്തു വെച്ച എല്ലാവിധ കാര്യങ്ങൾക്കും ഭൂമി സാക്ഷ്യം പറയുകയും ചെയ്യുന്നതായിരിക്കും എന്നാണ്. രണ്ടാമത്തെ കാര്യം അൽ ഹദീസ് അൻ സഹാബിൽ ഖലായിക് ലിമൗഖിഫിൽ അർദി വൽ ഹിസാബ്, സകലമാന സൃഷ്ടികളെയും അവരുടെ വിചാരണയ്ക്ക് വേണ്ടി പ്രദർശിപ്പിക്കപ്പെടുന്നതായിരിക്കും, അതിനുവേണ്ടി അവരെ കൊണ്ടുവരുന്നതായിരിക്കും. സുമ്മ മുജാസാതുഹും അലാ അഅമാലിഹിം, അവരുടെ പ്രവർത്തനങ്ങൾക്കനുസരിച്ച് പിന്നീട് അവർക്ക് പ്രതിഫലം നൽകപ്പെടുകയും അങ്ങനെ അവർ 2 വിഭാഗങ്ങളായിക്കൊണ്ട് ചേരിതിരിക്കപ്പെടുകയും ചെയ്യുന്നതായിരിക്കും. സഈദുൻ ഇലൽ ജന്ന, അവരിലെ സൗഭാഗ്യം വരിച്ച ആളുകൾ സ്വർഗത്തിലേക്കും, രണ്ടാമത്തേത് വശഖിയുൻ ഇലൻ നാർ, ദൗർഭാഗ്യം വരിച്ചവരായുള്ള ആളുകൾ നരകത്തിലേക്കുമായി കൊണ്ട് മാറ്റി നിർത്തപ്പെടുന്നതായിരിക്കും എന്നാണ്. ഇപ്രകാരം 2 കാര്യങ്ങളാണ് ഈ ഒരു അധ്യായത്തിൽ മൊത്തമായി അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നതായിട്ടുള്ളത്. അന്ത്യനാളിലെ അതിഭയാനകരമായ സംഭവങ്ങളെ കുറിച്ചാണ് ഈ അധ്യായത്തിന്റെ ഇന്ന് നാം പഠിക്കുന്ന ആദ്യ 5 വചനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രസ്താവിക്കുന്നത്. ഭൂമി അതിന്റെ അവസാനത്തേതും ഏറ്റവും ഘോരമായതും ഇന്നേ വരെ സംഭവിക്കാത്തതുമായ പ്രകമ്പനത്തിനും ക്ഷോഭത്തിനും വിധേയമാകുന്ന സന്ദർഭമാണ് ദുനിയാവിന്റെ അന്തിമ ഘട്ടം എന്നുള്ളത്. ഇങ്ങനെയുള്ള ആ ഗൗരവ സന്ദർഭത്തിൽ, ആ ഒരു ഘട്ടത്തിൽ ഭൂമിക്കുള്ളിൽ ഒളിഞ്ഞുകിടപ്പുള്ള സകല രഹസ്യങ്ങളും അത് പുറന്തള്ളുന്നതായിരിക്കും. ഭൂമിക്ക് വേണ്ടുന്ന ബോധനവും അനുമതിയും ലോകരക്ഷിതാവ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നൽകുകയും അപ്രകാരം ഭൂമി അതെല്ലാം തന്നെ തുറന്നു കാട്ടുകയും ചെയ്യുമെന്നാണ്. മരണപ്പെട്ട് മണ്ണടഞ്ഞവരടക്കം ഭൂമിക്കുള്ളിൽ കിടപ്പുള്ള നിക്ഷേപങ്ങളും അതിമൂല്യമുള്ള വസ്തുക്കളുമെല്ലാം ആ ഭൂമി പുറത്തു കൊണ്ടുവരുമെന്നാണ്. ഈ ഭീകരാന്തരീക്ഷങ്ങളെല്ലാം നേരിട്ട് അനുഭവത്തിൽ കാണുന്ന മനുഷ്യൻ അന്താളിച്ച് ഭയവിഹ്വലനായി മാറുകയും ചെയ്യുമെന്നാണ്. നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹാ, ഭൂമി പ്രകമ്പനം കൊള്ളിക്കപ്പെട്ടാൽ അതിന്റെ ഭയങ്കരമായ ആ പ്രകമ്പനം, അഥവാ ഭൂമി അതിന്റെ ഭയങ്കരമായ ആ പ്രകമ്പനം അത് കൊള്ളിക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഇദാ സുൽസിലത്, അഥവാ പ്രകമ്പനം കൊള്ളിക്കപ്പെട്ടാൽ, അൽ അർദ് ഭൂമി, സിൽസാലഹ അതിന്റെ പ്രകമ്പനം, അഥവാ ഭൂമിയെ നിലനിർത്തിയിരിക്കുന്ന അതിന്റെ മൂലസ്ഥാനത്ത് നിന്നും അത് മാറ്റപ്പെടുകയും ഭൂമിക്ക് ഇന്നേ വരെ സംഭവിച്ചിട്ടില്ലാത്ത വിധം ഒരു ഇളക്കം അനുഭവപ്പെടുകയും കാഹളത്തിൽ ഊതാൻ ഏൽപ്പിക്കപ്പെട്ട മാലാക ആ പ്രവൃത്തി നടത്തുകയും ചെയ്യുന്നതോട് കൂടി ഭൂമുഖത്തുള്ള സകല ജീവജാലങ്ങളും മരിച്ചു വീഴുകയും ചെയ്യുന്നതായിരിക്കും. അതിന്റെ ഭീകരതയും ഭയാനകതയും വ്യക്തമാക്കുന്ന രീതിയിലാണ് സൂറത്തുൽ ഹജ്ജിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിച്ചിട്ടുള്ളത്. യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും, അല്ലയോ ജനങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിക്കുക. ഇന്ന സൽസലത്തസ് സാഅതി ശൈഉൻ അലീം, തീർച്ചയായും അന്ത്യനാളിന്റെ കിടക്കമെന്നുള്ളത് അത് ഭയാനകരം തന്നെയാണ്. യൗമ തറൗനഹാ തദ്ഹലു കുല്ലു മുർദിഅത്തിൻ അമ്മാ അർദഅത്, അഥവാ അന്നേ ദിവസം, അതിനെ നിങ്ങൾ കാണുന്ന ദിവസം, ഏതൊരു മുലയൂട്ടുന്ന മാതാവും താൻ മുലയൂട്ടുന്ന കുഞ്ഞിനെ കുറിച്ച് അശ്രദ്ധയിലായി പോകുമെന്നാണ്. അതേപോലെ തന്നെ ഏതൊരു ഗർഭിണിയും തന്റെ ഗർഭത്തിലുള്ളത് പ്രസവിച്ചു പോവുകയും ചെയ്യുമെന്നാണ്. ജനങ്ങളെ നിനക്ക് മത്ത് ബാധിച്ചവരായി കൊണ്ട് കാണാം, എന്നാൽ വമാഹും ബിസുകാറ, അവരൊരിക്കലും തന്നെ മത്ത് ബാധിച്ചവരല്ല, മറിച്ച്
വലാകിന്ന അദാബല്ലാഹി ശദീദ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷ അതികഠിനം തന്നെയാണ്. ആ ശിക്ഷയുടെ കാഠിന്യം കാരണത്താലാണ്, അന്ന് ദിവസത്തിന്റെ ഭയാനകരമായ അന്തരീക്ഷം കാരണത്താലാണ് അവർ മത്ത് ബാധിച്ചവരെ പോലെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് എന്നാണ്. സൂറത്തു നാസിആത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിക്കുന്നുണ്ട് 6-7 വചനങ്ങൾ. യൗമ തർജുഫുർ റാജിഫ തത്ബഉഹ റാദിഫ, ആ നടുക്കുന്ന സംഭവം, അത് നടുക്കമുണ്ടാക്കുന്ന ദിവസം, അതിനെ തുടർന്ന് മറ്റൊന്നും അതിന്റെ പിന്നാലെ വരുന്നതായിരിക്കുമെന്നാണ്. അപ്രകാരം വിശുദ്ധ ഖുർആനിൽ ഒരുപാട് ഇടങ്ങളിൽ അന്ത്യനാളിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിക്കുന്നതായി കാണുവാൻ സാധിക്കും. ആ ഒരു കിടുക്കം അത് സംഭവിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഭൂമി അതിന്റെ ഉള്ളിലുള്ള സകല ഭാരങ്ങളെയും അത് പുറന്തള്ളുന്നതായിരിക്കുമെന്നാണ്. 2-ാമത്തെ വചനത്തിൽ അല്ലാഹു പറഞ്ഞു, വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ, ഭൂമി അതിന്റെ ഭാരങ്ങൾ പുറന്തള്ളിയാൽ എന്തായിരിക്കും അവസ്ഥ? വഅഖ്റജത്തിൽ അർളു, ഭൂമി പുറന്തള്ളിയാൽ അസ്ഖാലഹാ, അതിന്റെ ഭാരങ്ങൾ. ഈ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ച അസ്ഖാൽ എന്ന പ്രയോഗം, ആ പ്രയോഗം കൊണ്ട് അർത്ഥമാക്കപ്പെടുന്നത് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു, അൽ ഖസ്മാ ഫിഹാ മിനൽ മൗത, അഥവാ മരണമടഞ്ഞ സകലരും അതിന്റെ ഉള്ളിൽ നിന്നും പുറത്താക്കപ്പെടുന്നതായിരിക്കും. അഥവാ വൽ മുറാദു ബിഹിം അസ്ഹാബുൽ ഖുബൂർ, അസ്ഹാബുൽ ഖുബൂർ ആണ്, ഖബറിലുള്ള ആളുകളെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്നാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തു സുമറിലെ 68-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നു, വനുഫിഖ ഫിസ്സൂരി ഫസഅക മൻ ഫിസ്സമാവാതി വമൻ ഫിൽ അർളി ഇല്ലാ മൻ ഷാ അല്ലാഹ്, അഥവാ കാഹളത്തിൽ ഊതപ്പെട്ട് കഴിഞ്ഞാൽ ആകാശങ്ങളിലുള്ളവരും ഭൂമിയിലുള്ളവരുമെല്ലാം ചലനമറ്റവരായി തീരുമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചവരൊഴികെ. അങ്ങനെ സുമ്മ നുഫിഖ ഫീഹി ഉഖ്റ, രണ്ടാമതും കാഹളത്തിൽ ഊതപ്പെട്ട് കഴിഞ്ഞാൽ ഫഇദാഹും ഖിയാമുൻ യൻദുറൂൻ, ആ സന്ദർഭത്തിൽ അപ്പോഴതാ മരണമടഞ്ഞ സകലരും ഉണർന്നെഴുന്നേറ്റ് നോക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അർത്ഥമാക്കപ്പെടുന്നത്, അഥവാ മരണപ്പെട്ടവരെല്ലാം ഉണർന്നു വരുന്നവരായിരിക്കും, അതിൽ നിന്നും അവരുടെ ഖബറുകളിൽ നിന്നും പുറത്തേക്ക് വരുന്നവരായിരിക്കും എന്നാണ്. ഇപ്പോൾ ഇവിടെ അസ്ഖാൽ അഥവാ ഭാരങ്ങൾ എന്നതുകൊണ്ട് അർത്ഥമാക്കപ്പെടുന്ന ഒന്നാമത്തെ കാര്യം എന്നുള്ളത് മനുഷ്യജന്മങ്ങൾ പൂർണ്ണമായും പുനർജീവിപ്പിക്കപ്പെടും എന്ന് തന്നെയാണ്. അതുപോലെ തന്നെ ഭൂമിക്കുള്ളിൽ മറഞ്ഞു കിടക്കുന്ന നിധികളും മൂല്യമുള്ള മറ്റു വസ്തുക്കളുമെല്ലാം പുറന്തള്ളപ്പെടുമെന്നും ഹദീസുകളിൽ കാണുവാൻ സാധിക്കും. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, തഖീഉൽ അർദു അഫ്ലാദ കബദിഹാ അംസാലൽ ഉസ്തുവാരി മിനൽ ദഹബി വൽ ഫിദ്ദ, സ്വർണവും വെള്ളിയും കണക്കെയുള്ള ഭൂമിയുടെ കരളിന്റെ കഷ്ണങ്ങളായുള്ള മൂല്യമുള്ള സകല വസ്തുക്കളും ഭൂമി ഛർദ്ദിച്ച് പുറത്തേക്ക് തള്ളുന്നതായിരിക്കും. ആ സന്ദർഭത്തിൽ ഫയജിഉൽ ഖാതിലു ഫയഖൂൽ, ഭൂമിയിൽ പരസ്പരം കൊലവിളി നടത്തിയ ആളുകൾ വന്നുകൊണ്ട് പറയും, ഫിഹാദാ ഖതൽതു, ഇതിനു വേണ്ടിയായിരുന്നു ഞാൻ ഇന്നാലിന്ന വ്യക്തികളെ കൊന്നുകളഞ്ഞത്. അതേപോലെ തന്നെ വയജിഉൽ ഖാതി', സമ്പാദത്തിന് വേണ്ടി, പണത്തിന് വേണ്ടി, കുടുംബ ബന്ധത്തിന് വില കൊടുക്കാത്ത ആളുകൾ വന്നുകൊണ്ട് പറയും, ഫയഖൂലു, അവൻ പറയും, ഫിഹാദാ ഖതഅതു റഹിമി, ഇതിനു വേണ്ടിയായിരുന്നു എന്റെ ബന്ധങ്ങളെ ഞാൻ വിച്ഛേദിച്ചു കളഞ്ഞത്. അതേപോലെ തന്നെ വയജിഉസ് സാരിഖ്, മോഷണം നടത്തിയ വ്യക്തികൾ വന്നുകൊണ്ട് പറയും, ഫയഖൂലു ഫിഹാദാ ഖുതിഅത് യദി, ഇതിനു വേണ്ടിയായിരുന്നു ഞാൻ മോഷണം നടത്തിയിരുന്നത്, മോഷണം നടത്തിയതിന്റെ പേരിൽ എന്റെ കരങ്ങൾ മുറിക്കപ്പെട്ടതും ഈ ഒരു സമ്പാദ്യത്തിന് വേണ്ടിയായിരുന്നു എന്നിങ്ങനെ പറയുമെന്നാണ്. എന്നാൽ ഇവരൊക്കെ തന്നെ സുമ്മയദഊനഹു ഫലാ യഖുദൂന മിൻഹു ശൈആ, ഒരാളും തന്നെ അതിലേക്ക് തിരിഞ്ഞു നോക്കാനോ അതിൽ നിന്നൊരു അംശമെങ്കിലും എടുക്കാനോ അവരാരും താല്പര്യപ്പെടുകയില്ല എന്നാണ്. ദുനിയാവിക ജീവിതത്തിൽ സമ്പാദ്യത്തിനും അധികാരത്തിനും വേണ്ടി പരസ്പരം പോരടിക്കുകയും ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കാതിരിക്കുകയും വളരെ അടുത്ത ബന്ധുക്കളോട് പോലും വളരെ നീചവും നികൃഷ്ടവുമായ സ്വഭാവങ്ങൾ വെച്ചു പുലർത്തുകയും ചതിയിലൂടെയും വഞ്ചനയിലൂടെയും സ്വത്തും പണവും കരസ്ഥമാക്കുകയും ഒക്കെ ചെയ്ത തമ്മാടികളും ധിക്കാരികളുമായ ജനങ്ങൾ വിലപിക്കുകയും സ്വന്തത്തെ ശപിക്കുകയും ചെയ്യുന്ന രംഗമാണ് വിശുദ്ധ ഖുർആൻ ചിത്രീകരിക്കുന്നത്. തങ്ങൾ എന്തിനു വേണ്ടിയാണോ പോരടിച്ചത് അതിനോട് യാതൊരു ആവശ്യമോ ഒരു താല്പര്യമോ പോലും പ്രകടിപ്പിക്കാത്ത, തങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് കിടക്കുന്ന വളരെ മൂല്യമേറിയ വസ്തുക്കൾ നേർക്ക് നേർ കൈ
കയ്യെത്തും ദൂരത്ത് കണ്ടിട്ട് പോലും അതൊന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആശിക്കുക പോലും ചെയ്യാത്ത വല്ലാത്ത രംഗമാണ് മനുഷ്യർക്ക് മുന്നിൽ പ്രകടമായി നിൽക്കുന്നത്. വളരെ ഭീതി പടർത്തുന്ന ഈ രംഗം നേർക്ക് നേർ കാണുന്ന ഓരോ സത്യനിഷേധിയും പരസ്പരം ഉച്ചത്തിൽ വിളിച്ചു പറയുമെന്നാണ്. മൂന്നാമത്തെ വചനം അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, വഖാലൽ ഇൻസാനു മാ ലഹാ, മനുഷ്യൻ ചോദിക്കും എന്ത് പറ്റി ഈ ഭൂമിക്ക് എന്ന്. വഖാലൽ ഇൻസാൻ, മനുഷ്യൻ പറയും, മനുഷ്യൻ ചോദിക്കും, മാ ലഹാ, എന്താണ് അതിന് പറ്റിയത്, അഥവാ ഭൂമിക്ക് എന്താണ് പറ്റിയത് എന്ന് മനുഷ്യൻ ചോദിക്കുമെന്നാണ്. ഈ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല പ്രയോഗിച്ചത് അൽ ഇൻസാൻ അഥവാ പൊതുവായ സ്വരത്തിൽ മനുഷ്യൻ എന്ന അർത്ഥം വരുന്ന രീതിയിലാണ് അല്ലാഹു പ്രയോഗിച്ചിട്ടുള്ളത് എങ്കിലും അതുകൊണ്ട് അർത്ഥമാക്കപ്പെടുന്നത് സത്യനിഷേധികളെയാണ് എന്ന് വിശദീകരണത്തിൽ കാണുവാൻ സാധിക്കും. മറ്റുള്ള വചനങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് വലാകിൻ ജാഅ മാ യദുല്ലു അലാ അന്നല്ലദീ യഖൂൽ ദാലിക ഹുവൽ കാഫിർ, ഈ ഒരു സംസാരം ഉന്നയിക്കുന്നത് കാഫിറായിരിക്കും, സത്യനിഷേധിയായിരിക്കും, അല്ലാഹുവിൽ പങ്കു ചേർത്തവരായിരിക്കും എന്നാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് യാസീനിലെ വചനങ്ങൾ അതിന് തെളിവായി കൊണ്ടുദ്ധരിക്കുന്നു. വനുഫിഖ ഫിസ്സൂരി ഫഇദാ ഹും മിനൽ അജ്ദാസി ഇലാ റബ്ബിഹിം യൻസിലൂൻ, അഥവാ കാഹളത്തിൽ ഊതപ്പെട്ട് കഴിഞ്ഞാൽ അവർ ഖബറുകളിൽ നിന്ന് അവരുടെ രക്ഷിതാവിങ്കലേക്ക് കുതിച്ചു ചെല്ലുന്നതായിരിക്കും. എന്നിട്ട് അവർ പറയും, ഖാലു യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ, അഥവാ ഞങ്ങളുടെ നാശമേ, ഞങ്ങളെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ചത് ആരാണ് എന്നവർ ചോദിക്കുമെന്നാണ്. ആ രീതിയിലുള്ള സംസാരമായി കൊണ്ടാണ് ഈ വാചകങ്ങളെയും പണ്ഡിതന്മാർ ചേർത്ത് വെക്കുന്നത്. എന്നാൽ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന, മതവിധികൾ കൃത്യമായി മനസ്സിലാക്കുന്ന, അത് ജീവിതത്തിൽ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സംസാരം അത് എങ്ങനെയായിരിക്കുമെന്നും സൂറത്ത് യാസീനിൽ തന്നെ അള്ളാഹു പറയുന്നു, ഹാദാ മാ വഅദർ റഹ്മാനു വസദഖൽ മുർസലൂൻ, അഥവാ ഇത് പരമകാരുണികൻ വാഗ്ദാനം ചെയ്തതാണല്ലോ, അള്ളാഹുവിന്റെ ദൂതന്മാർ സത്യം തന്നെയാണ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത് എന്നവർ പറയുമെന്നാണ്. അപ്പോൾ ഫൽ കാഫിർ യദ്ഉ ബിൽ വൈൽ, അഥവാ കാഫിറുകളായുള്ള ആളുകൾ അവർ അവരുടെ നാശത്തെയാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അന്നേ ദിവസം വൽ മുഅ്മിൻ യത്മഇന്നു ലിൽ വഅദ്, അല്ലാഹുവിന്റെ വാഗ്ദാനത്തിന് വേണ്ടി, അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പാക്കുവാൻ വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവരായിരിക്കും വിശ്വാസികൾ എന്നാണ്. അപ്രകാരം ഈ വചനത്തിലൂടെ മനസ്സിലാക്കാം, സത്യനിഷേധികളും ബഹുദൈവ വിശ്വാസികളും മാലഹ, ഭൂമിക്ക് എന്താണ് പറ്റിയത് എന്ന് പറഞ്ഞ് പരസ്പരം പരിഭ്രാന്തിയോടെ ഓടി നടക്കുമെന്നാണ്. അന്നേ ദിവസം ഭൂമിക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ബോധനം നൽകുകയും അതതിന്റെ വൃത്താന്തങ്ങൾ പറഞ്ഞറിയിക്കുകയും ചെയ്യും. നാലാമത്തെ വചനത്തിൽ കാണാം, യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ, അന്നേ ദിവസം അത് അഥവാ ഭൂമി അതിന്റെ വർത്തമാനങ്ങൾ പറഞ്ഞറിയിക്കുന്നതാണ്. യൗമഇദിൻ, അന്നേ ദിവസം, തുഹദ്ദിസു, അത് പറഞ്ഞറിയിക്കുന്നതാണ്, ഭൂമി സംസാരിക്കുന്നതാണ്, അഖ്ബാറഹ, അതിന്റെ വൃത്താന്തങ്ങൾ, അതിന്റെ വർത്തമാനങ്ങൾ ഭൂമി പറയുന്നതാണ്. അഞ്ചാമത്തെ വചനം, ബി അന്ന റബ്ബക ഔഹാലഹ, നിന്റെ രക്ഷിതാവ് അതിന് ബോധനം നൽകിയത് നിമിത്തം. ബി അന്ന റബ്ബക, തീർച്ചയായും നിന്റെ രക്ഷിതാവ്, ഔഹാലഹ, അതിന് ബോധനം നൽകിയത് നിമിത്തം അതതിന്റെ വൃത്താന്തങ്ങൾ പറഞ്ഞറിയിക്കുന്നതാണ്. അഥവാ ഇഹലോകത്ത് മനുഷ്യൻ ചെയ്തു വെച്ച സകല പ്രവർത്തികൾക്കും ഭൂമി സാക്ഷിയാണ്. താൻ സാക്ഷിയായ ഓരോ കാര്യങ്ങളും വളരെ വ്യക്തമാക്കുവാനുള്ള അനുവാദം അത് ലഭിക്കപ്പെടുമ്പോഴും, അള്ളാഹുവിന്റെ ആജ്ഞാപനം തന്നിൽ കൽപ്പിക്കപ്പെടുമ്പോഴും ഏതൊരു വസ്തുവും അതിന്റെ യാഥാർത്ഥ്യങ്ങൾ വ്യക്തമാക്കി തുടങ്ങും. മനുഷ്യനെയും മറ്റു സകല ജീവജാലങ്ങളെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ഓരോന്നിനും സംസാരിക്കുവാനും ഒച്ചയുണ്ടാക്കുവാനും ഒക്കെയുള്ള ശേഷിയൊക്കെ നൽകിയ റബ്ബ് സുബ്ഹാനഹു തആലക്ക് ഏത് വസ്തുവിനെയും സംസാരിപ്പിക്കുവാനും മൗനിയാക്കുവാനും പ്രവർത്തിപ്പിക്കുവാനും നിശ്ചലമാക്കുവാനും അവൻ കഴിവുള്ളവൻ തന്നെയാണ്. അക്രമം പ്രവർത്തിച്ച മനുഷ്യന്റെ ശരീരാവയവങ്ങൾ പോലും അവനെതിരെ സാക്ഷി പറയുമെന്നാണ്. തന്റെ ശരീരത്തിലെ തൊലി പോലും തന്റെ ചെയ്ത്തുകൾക്ക് സാക്ഷി പറയുന്ന രംഗം വിശുദ്ധ ഖുർആൻ ചിത്രീകരിക്കുന്നു. ആ സന്ദർഭങ്ങളിൽ മനുഷ്യൻ തന്റെ അവയവങ്ങളോട്, തന്റെ തൊലിയോട് ചോദിക്കുമെന്നാണ്. വഖാലു ലിജുലൂദിഹിം ലിമ ശഹിദ്തും അലൈനാ, അവർ അവരുടെ തൊലികളോട് ചോദിക്കും, എന്തിനാണ് നിങ്ങൾ ഞങ്ങൾക്കെതിരെ സാക്ഷി നിൽക്കുന്നത്? അവകൾ പറയും, ഖാലു അൻതഖന അല്ലാഹു അല്ലദീ അൻതഖ കുല്ല ഷൈഇൻ,
സകല കാര്യങ്ങളെയും വർത്തമാനം പറയിപ്പിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെയും വർത്തമാനം പറയിപ്പിച്ചിരിക്കുന്നു. അഥവാ ഞങ്ങൾക്ക് സത്യം പറയുകയല്ലാതെ മാർഗമില്ല എന്നാണ്. അപ്പോൾ ഭൗമോപരിതലത്തിൽ സംഭവിക്കപ്പെട്ട സകല കാര്യങ്ങളും അന്ന് ദിവസം ഭൂമി വൃത്താന്തമായി അറിയിക്കുന്നതായിരിക്കും. തുഖ്ബിറു അമ്മാ ഫഅല അന്നാസു അലൈഹാ മിൻ ഖൈരിൻ ഔ ശർരിൻ, അഥവാ നന്മയായും തിന്മയായും മനുഷ്യൻ ചെയ്തു വെച്ച സകല കാര്യങ്ങളും ആ ഭൂമി വൃത്താന്തമായി അറിയിച്ചു കൊടുക്കുമെന്നാണ്. നമ്മൾ മനസ്സിലാക്കണം, ഭൂമിയിലെ സകല ചരാചരങ്ങളും നമ്മുടെ നന്മ തിന്മകൾക്ക് സാക്ഷിയാണ്. ഒരു ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി കാണാം, അന്നൽ മുഅദ്ദിൻ ഇദാ അദ്ദന ഫഇന്നഹു ലാ യസ്മഉ സൗതഹു ശജറുൻ വലാ മദറുൻ വലാ ഹജറുൻ വലാ ശൈഉൻ ഇല്ലാ ശഹിദ ലഹു യൗമൽ ഖിയാമ. അഥവാ ഭൂമി ലോകത്ത് ഒരു മനുഷ്യൻ ബാങ്ക് കൊടുക്കുമ്പോൾ അവന്റെ ശബ്ദം കേൾക്കുന്ന ഏതൊരു മരമാകട്ടെ, ഏതൊരു മണൽത്തരികളാകട്ടെ, എല്ലാം തന്നെ സകല വസ്തുക്കളും പരലോകത്ത് ഖിയാമത്ത് നാളിൽ സാക്ഷിയാക്കപ്പെടുക തന്നെ ചെയ്യുമെന്നാണ്. അതിനാൽ നമ്മുടെ സംസാരങ്ങളും നമ്മുടെ പ്രവർത്തികളും നന്മ നിറഞ്ഞതും തിന്മകളുടെ കലർപ്പില്ലാത്തതുമാക്കുവാൻ എപ്പോഴും നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് നാം ചെയ്തു വെച്ച നന്മ തിന്മകളാണെങ്കിൽ പോലും അത് റബ്ബിങ്കൽ ഭദ്രമാണെന്ന് നാം മനസ്സിലാക്കണം. അതിന് സാക്ഷികളുണ്ട് എന്ന് നാം തിരിച്ചറിയണം. അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയ തിന്മകളിൽ നിന്നും നിരന്തരം റബ്ബിനോട് കാവൽ തേടുവാനും ജീവിതത്തിൽ നന്മകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് മുൻകാലങ്ങളിൽ സംഭവിക്കപ്പെട്ട തിന്മകളെ തുടച്ചു കളയുവാനും നമ്മൾ പരിശ്രമിക്കണം. തിന്മകളുടെ അടിഞ്ഞാട്ടങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നന്മകളിൽ മുന്നേറുവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് വന്നുപോയ പാപങ്ങൾ വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.